ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരം എഴുത്തുകാരി ജിൻഷ ഗംഗയ്ക്ക് മെയ് 1 കൊൽക്കത്തയിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. വിഷയങ്ങളിൽ വൈവിധ്യങ്ങൾ നൽകുവാനാണ് പുതിയ തലമുറയിലെ എഴുത്തുകാർ ശ്രമിക്കുന്നതെന്നും അത് കാലം മാറുന്നതനുസരിച്ച് കഥാരീതിയിലെ തന്നെ നിരീക്ഷണം മാറുന്നതായിരിക്കാമെന്നും ജിൻഷ ഗംഗ കരിവള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. ഇല്ല, പുതിയ കഥകൾ ഉണ്ടാവുന്നില്ല എന്നുള്ള പരാതിയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്താ പറയുക, അലിവ് തോന്നുന്ന തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ഉദാഹരണം പറയാച്ച ഇപ്പോൾ കുറച്ച് നാൾ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുൻപ് മനോജ് വെങ്ങോല എന്ന് പറഞ്ഞിട്ടൊരു കഥാകൃത്തിൻ്റെ പെരുമ്പാവൂർ യാത്രാ നിവാസം എന്ന് പറഞ്ഞിട്ടൊരു കഥ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് സമകാലിക മലയാളം വാരികയിൽ വന്നിട്ടുള്ളൊരു കഥ. നമ്മൾ ഈ കടൽ തീരത്തൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു വികാരം പോലെ മറ്റൊരു തരത്തിൽ വികാരം ഉളവാക്കിയിട്ടുള്ള നല്ലൊരു കഥയായിരുന്നു പെരുമ്പാവൂർ യാത്രാ നിവാസം. അത്തരത്തിലുള്ള കഥകൾ ഉണ്ടാവുന്നുണ്ട് മലയാളത്തിൽ. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ഒരു എന്താ പറയുക, മുഖ്യധാര ആഘോഷങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു വിമുഖത കാണിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ കഥാകൃത്തുക്കളാണെങ്കിലും പഴയ കഥാകൃത്തുക്കളാണെങ്കിലും ഒക്കെ ആ ഒരു വികാരം ഉണ്ടാക്കുന്ന കഥകളിൽ നിന്ന് മാറ്റിയിട്ട് വായനക്കാർക്ക് എന്താ പറയുക, കുറച്ചുകൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ആലോചന, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമത്തില് ക്രാഫ്റ്റിലും വിഷയത്തിലും ഒക്കെ വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. ഒരു തരത്തിൽ അത് വളരെ മികച്ചൊരു മുന്നേറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്.